ഈ മാങ്കൂട്ടം സ്വന്തം മണ്ഡലമായ പാലക്കാടേക്ക് എത്തിയിട്ട് ഇപ്പോൾ 3 ആഴ്ചയാകുന്നു. മണ്ഡലത്തിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണല്ലോ. തറയിൽ മുണ്ടിട്ടാൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. അവിടെ ഇറങ്ങിയാൽ ഡിവൈഎഫ്ഐ തടയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 3 ആഴ്ചയായി MLA ഇല്ലാത്ത പാലക്കാട് മണ്ഡലത്തെക്കുറിച്ച് പറയാനായി ഇപ്പോൾ എന്നോടൊപ്പം സച്ചിൻ പാലക്കാട് നിന്ന് ചേരുകയാണ്. അവരുടെ മണ്ഡലത്തിൽ രാഹുലിനെ കൊണ്ടുവരാനുള്ള വലിയ ശ്രമങ്ങൾ ഷാഫി പറമ്പിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രതിഷേധം ഭയന്ന് തൽക്കാലത്തേക്ക് പിൻവലിഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. സച്ചിൻ, ഗുഡ് മോർണിംഗ്. 3 ആഴ്ചയായി നിങ്ങളുടെ MLA പുറത്തിറങ്ങിയാൽ നാണക്കേടാണ്, തലയിൽ മുണ്ടിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ കൊണ്ടുവരാൻ വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു ഷാഫി പറമ്പിൽ, പക്ഷേ തൽക്കാലത്തേക്ക് പിൻവലിഞ്ഞു എന്ന് കേൾക്കുന്നു. എന്താണ്, പ്രതിഷേധം ഭയന്ന് മാറി നിൽക്കുകയാണോ അതോ നാണക്കേടാണോ കാരണം? നാണക്കേടിന്റെ സാധ്യത വളരെ കുറവാണ്. മനു, തീർച്ചയായും അത് തന്നെയാണ്. കാരണം കഴിഞ്ഞ 17-ാം തീയതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ അവസാനമായി എത്തിയിട്ടുള്ളത്. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നതും മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖകളും മറ്റു തെളിവുകളടക്കം പുറത്തേക്ക് വരുന്ന ഒരു സ്ഥിതി ഉണ്ടായി. തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ടയിലെ അടൂരിലെ വീട്ടിൽ തന്നെയാണ് ഒളിവിൽ ഉള്ളത് എന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്തനംതിട്ട റിപ്പോർട്ടർ അടക്കം അടൂരിലെ രാഹുലിന്റെ വീട്ടിന് മുന്നിലടക്കം നിരവധി സമയത്ത് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും രാഹുൽ പുറത്തിറങ്ങാൻ വേണ്ടി തയ്യാറായിട്ടില്ല. 2 പ്രാവശ്യം മാത്രമാണ് രാഹുൽ മാധ്യമങ്ങളെ കണ്ട് ഈ ഇത്തരത്തിൽ ഉയർന്നു വന്ന ആരോപണങ്ങളെ കുറിച്ച് വിശദീകരിച്ചിട്ടുമുള്ളൂ. അതിനാൽ തന്നെ വലിയ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ശക്തമായ പ്രതിഷേധം പാലക്കാട് മണ്ഡലത്തിൽ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന സദസ്സടക്കം സംഘടിപ്പിച്ചിരുന്നു. ആ സദസ്സ് ഉദ്ഘാടനം ചെയ്തത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള VK സനോജ് ആയിരുന്നു. അതിൽ കൃത്യമായി സനോജ് ഡിവൈഎഫ്ഐയുടെ നിലപാട് വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം മണ്ഡലത്തിലെ ഏത് പരിപാടിയിലും MLA എന്ന പദവിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ പൂർണ്ണമായും തടയുമെന്ന കാര്യം തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഡിവൈഎഫ്ഐയുടെ നിലപാടായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല SFIയും ഇത്തരത്തിൽ MLA സ്ഥാനം രാജിവെക്കാതെ പരിപാടികളിൽ രാഹുൽ പങ്കെടുക്കുകയാണെങ്കിൽ തടയുമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റ് സംഘടനകളും ശക്തമായ രീതിയിൽ തന്നെ രാഹുലിനെ തടയുമെന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. നേരത്തെ മനു പറഞ്ഞതുപോലെ തന്നെ രാഹുലിനെ പാലക്കാട് മണ്ഡലത്തിൽ എത്തിക്കാനുള്ള ഒരു നീക്കം ഷാഫി പറമ്പിലിന്റെയും പാലക്കാട്ടെ ഷാഫി അനുകൂലികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും വലിയ എതിർപ്പ് DCC പ്രസിഡന്റ് തങ്കപ്പൻ, അതേപോലെ തന്നെ VK ശ്രീകണ്ഠൻ MP അടക്കമുള്ളവരുടെ ശക്തമായ എതിർപ്പ് ഇതിന് എതിരെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ കോഴിക്കോട് വെച്ച് മാധ്യമങ്ങളോട് രോക്ഷാകുലനായിട്ട് പ്രതികരിക്കുന്നത് നാം എല്ലാവരും കണ്ടതാണ്. കാരണം താൻ അത്തരത്തിലൊരു യോഗം വിളിച്ചിട്ടില്ല, തന്റെ അനുഭാവികളുമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തില്ല എന്ന രൂക്ഷമായ ഭാഷയിലാണ് മാധ്യമങ്ങളോട് ആക്രോശിക്കുന്ന രൂപത്തിൽ ഷാഫി പറമ്പിൽ നടത്തിയിട്ടുള്ളത്. എന്നാൽ പോലും കൃത്യമായ രീതിയിൽ രാഹുലിനെ പാലക്കാട് മണ്ഡലത്തിലെ സംഘടനകളുടെയും അസോസിയേഷനുകളുടെയും ക്ലബ്ബുകളുടെയും ഒക്കെ പരിപാടിയിൽ എത്തിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഷാഫിയുടെ ഭാഗത്തു നിന്നും നടന്നത്. അതിൽ പ്രധാനമായി ഷാഫി അനുകൂലികളോട് പറഞ്ഞത് താൻ വടകരയിൽ കഴിഞ്ഞ ദിവസം കാണിച്ചതുപോലെ ഡിവൈഎഫ്ഐയുടെയും അതേപോലെ തന്നെ SFIയുടെയൊക്കെ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ രാഹുലും സമാനമായ രീതിയിൽ കാഴ്ചവെച്ച ഷോ നടത്തിയാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു സഹതാപം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുമെന്ന കാര്യമാണ് ഷാഫി പറഞ്ഞിട്ടുള്ളത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. വടകരയിൽ വലിയ രീതിയിലുള്ള ഒരു ഷോ ഷാഫിയുടെ നേതൃത്വത്തിൽ അന്ന് നടന്നിരുന്നു. ഷാഫിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വലിയ തെറികൾ വിളിക്കുന്നു. തുടർന്നാണ് അത്തരത്തിൽ ഒരു സംഘർഷം അവിടെ ഉണ്ടാവുന്നത്. എന്നാൽ പോലും അത് ഷാഫിയുടെ ഒരു ഷോ ആക്കി മാറ്റുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തിലും പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അടിച്ചമർത്തുക, അതായത് സഹതാപ തരംഗം ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തത്. എന്നാൽ പോലും വലിയ പ്രതിഷേധങ്ങളും ശക്തമായ സമരങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കും വരെ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന കാര്യം യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത് ഓണമാണ്. ഓണമാണ്. മണ്ഡലത്തിൽ നിരവധി പരിപാടികൾ മുൻപ് തന്നെ രാഹുലിനെ ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രതിഷേധങ്ങളെ ഭയന്ന് ആ പരിപാടികളിലൊന്നും പങ്കെടുക്കാതെ പത്തനംതിട്ടയിലെ വീട്ടിൽ തന്നെ കഴിയുകയാണ് രാഹുൽ.
ശരി, ഏതായാലും അങ്ങനെ കഴിയട്ടെ. ഏതായാലും അത് എക്കാലവും ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. കാരണം കഴിഞ്ഞ വട്ടമൊക്കെ ഓണത്തിന്റെ ആഘോഷങ്ങളൊക്കെ കണ്ടതാണല്ലോ മാങ്കൂട്ടമൊക്കെ നടത്തിയത്. ഏതായാലും ഇത്തവണ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ടാണ് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസിന്റെ യുവ MLA എത്തിയിരിക്കുന്നത്. അതിനെ ന്യായീകരിക്കുന്ന കുറേ നേതാക്കളെയും കോൺഗ്രസിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എയുടെയൊക്കെ പേര് പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ട് നിൽക്കുന്ന അടൂർ പ്രകാശൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരുന്ന ഒരു ദയനീയമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം അത്രമാത്രം ശക്തമാണ് തെളിവുകൾ. നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു സാമ്യവുമില്ലാത്ത ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് എന്നതാണ് അതിൻ്റെ ഗൗരവം കൂട്ടുന്നത്. പീഡിപ്പിക്കുക എന്നത് മാത്രമല്ല, അതിനുശേഷം ഗർഭചിത്രം നടത്താൻ വേണ്ടി ആ പെൺകുട്ടികളെ നിർബന്ധിച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുത്തി എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഉണർത്തുന്ന വശമെന്ന് പറയുന്നത്. അതിന് തയ്യാറാകാതിരുന്നപ്പോൾ കൊല്ലാൻ എനിക്ക് മടിയില്ല എന്ന് പറയുന്ന MLAയുടെ ശബ്ദവും നമ്മൾ കേൾക്കുകയുണ്ടായി. ഇതൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടം വെറും കോഴിത്തരം എന്നതിനപ്പുറത്തേക്ക് പക്ക ക്രിമിനലാണ് എന്ന നിഗമനത്തിലേക്ക് കേരളം ഒന്നടങ്കം എത്തുന്നത് നമ്മൾ കാണുന്നത്.